ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ് പറയുന്നത് നേവി സംഘം ട്രയൽ പരിശോധനയിലേക്ക് കടക്കുന്നു എന്നാണ്. ഷഫീദ്, എന്താണ് പുതിയ വിവരം? അനുസരിച്ച് രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു. അതിലൊന്ന്, നേവി സംഘം പുഴയിലേക്ക് ഒരു ട്രയൽ പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു സുപ്രധാന വിവരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എക്സ്കവേറ്റർ അതും ഈ ഭാഗത്തേക്ക് അടുക്കുന്നു. ഈ അപകടം ഷഫീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശബ്ദ തടസ്സമുണ്ട്, ഷഫീദിലേക്ക് എത്താം. എന്തായാലും ഒരു അനുകൂലമായ വിവരം ലഭിക്കുന്നത് നേവി സംഘം ഇപ്പോൾ ദൗത്യത്തിനായി ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. വിജയകുമാർ, ഈ ഡിങ്കി ബോട്ടിൽ ഈ 5 അംഗ സംഘം പോകുന്നതും ഒരു പുതിയ കാര്യമല്ല. ഈ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം. ഇപ്പം ഇന്ദ്രപാല് പറയുന്നുണ്ട് കാലാവസ്ഥ ഇപ്പം അനുകൂലമാണെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ടാണ്. ഡ്രോൺ പരിശോധനയ്ക്ക് ഇതൊന്നും വെല്ലുവിളിയല്ല. ഡ്രോൺ പരിശോധനയിലൂടെ കുറെ കൂടെ കൃത്യമായ സ്ഥാനമുറപ്പിക്കാൻ കഴിയുമെന്ന കാര്യമാണ് നിർവഹിക്കാനാവുക. പരമപ്രധാനം എങ്ങനെ ഈ കേന്ദ്രത്തിലേക്ക് എത്താൻ കഴിയുമെന്നതാണ്. അതിന് ഏത് വിഭാഗമാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്? അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്താണ്? വേണു, നാവികസേനയ്ക്ക് മാത്രമാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുക. നാവികസേനയുടെ വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർക്ക് മാത്രമേ ആ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിൽ മറ്റ് ഏജൻസികളുടെ സഹായം മറ്റു തരത്തിൽ കരയിൽ നിന്ന് നൽകാം എന്നതല്ലാതെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്കല്ലാതെ മറ്റാർക്കും ആ ജോലി ചെയ്യാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങി അവർ അവിടേക്ക് ഈ ഒഴുക്ക് പുഴയിലെ അടിത്തട്ടിലെ ഒഴുക്ക് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ സ്ക്രീനിൽ കാണാം. പ്രേക്ഷകർക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് 2 ബോട്ടുകൾ, ഡിങ്കി ബോട്ടുകൾ കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവരതിൻ്റെ ഒഴുക്കിൻ്റെ ഗതി എന്ന് വെച്ചാൽ അതിൻ്റെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഒരു റിസ്ക് അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടേക്ക് ബോട്ടുകൾ വരുന്നുണ്ട് ആ രക്ഷാദൗത്യ മേഖലയിലേക്ക്. പക്ഷേ അവർക്ക് അവിടെ വന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവർക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്താൻ കഴിയുമോ എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയുക അസാധ്യമാണ്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാൻ വേണു. അതിൽ അവർക്ക് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ശരി, ഷഫീദ് വീണ്ടും ചേരുന്നുണ്ട്. ഷഫീദ്, അവിടെ നിന്ന് കാണാൻ കഴിയുന്ന എന്താണ്? വേണു, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് നാവികസേനയുടെ 2 ഡിങ്കി ബോട്ടുകൾ അത് പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ട ട്രയൽ പരിശോധന എന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതായത് നേവി സംഘത്തിന്റെ 2 ബോട്ടുകൾ, ഒരു ബോട്ടിൽ ഏതാണ്ട് 5 പേരുണ്ട് എന്നുള്ളതാണ് നമുക്കൊരു ഒരു ദൂരക്കാഴ്ചയാണുള്ളത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 ബോട്ടുകൾ ഇത് സിഗ്നൽ ലഭിച്ച, അതായത് വിജയകുമാർ അല്പസമയം മുൻപ് അരുൺ പൂപ്പറമ്പ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഇന്നത്തെ പരിശോധനയിലും ഇന്നലെ മിനിഞ്ഞാന്ന് ലഭിച്ച അതേ സ്പോട്ടിൽ, അതായത് സൈന്യം റഡാർ പരിശോധനയിലും സോണാർ പരിശോധനയിലും ഉറപ്പിച്ച അതേ സ്ഥലത്ത് ആ സ്ഥലത്ത് തന്നെ ഇതുണ്ട്, ആ മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ആ സ്പോട്ടിലേക്ക് അടുക്കുകയാണ് നേവി സംഘത്തിന്റെ ഡിങ്കി ബോട്ടുകൾ. 2 ഡിങ്കി ബോട്ടുകളാണ് പുഴയിലേക്ക് ഇറങ്ങിയത്. അതിൽ ഒരു ബോട്ടിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ ദൂരക്കാഴ്ചയിൽ അർജുനെ തേടിയുള്ള നമ്മുടെ അവസാന മണിക്കൂറിലെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ നേവി സംഘം വളരെ നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരം ശിരൂരിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. അത് ആ ബോട്ടുകൾ ആ സ്പോട്ടിലേക്ക് അടുക്കുന്നുണ്ട്. എക്സ്കവേറ്റർ തൊട്ടപ്പുറത്തുണ്ട്. 2ാമത്തെ എക്സ്കവേറ്റർ കൂടി ഈ അപകട മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അങ്ങനെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ആ രീതിയിൽ പുരോഗമിക്കുമ്പോൾ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എക്സ്കവേറ്ററിന്റെ സാനി എക്സ്കവേറ്ററിന്റെ ഒരു കൈ അതിങ്ങനെ നീണ്ട് ആ പുഴയുടെ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടി മണ്ണ്, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ചുകൂടി ഇറങ്ങണം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഡീപ്പ് ഡൈവിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ആ ദൃശ്യങ്ങളിൽ പരിശോധിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിലെ ദൂരക്കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഡിങ്കി ബോട്ടുകൾ ആ സ്ഥലം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് എക്സ്കവേറ്റർ നിൽക്കുന്ന അതേ സ്ഥലം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ, ചില നീക്കങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം അത് നേവി സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അടുത്ത എക്സ്കവേറ്റർ കൂടി കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ആദ്യം എത്തിയ എക്സ്കവേറ്റർ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി മണ്ണ് നീക്കം ആരംഭിക്കും. ഒപ്പം അതേ രീതിയിൽ തന്നെ നേവി സംഘം ഡീപ്പ് ഡൈവ് നടത്തി ആ ട്രക്കിനടുത്തേക്ക് എത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ രക്ഷാപ്രവർത്തനം, വലിയ തിരച്ചിൽ അത് ശിരൂരിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്.
രണ്ട് ബോട്ടിലാണ് അതിൽ ഡിങ്കി ബോട്ടുകളിലാണ് ഇപ്പോൾ സംഘമുള്ളത്. ഒരു ബോട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ ഡ്രോൺ ഡ്രോൺ പരിശോധന സംഘത്തിൽപ്പെട്ട ഒരാൾ അതിനകത്തുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെ രണ്ട് ബോട്ടുകളിൽ ആ പരിശോധനാ നടപടികൾ അതിങ്ങനെ നടത്തുകയാണ് ശിരൂരിൽ. ഏതായാലും ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ട്രക്ക് പുറത്തെടുത്തെങ്കിലും അർജുന ട്രക്കിലുണ്ടോ, ട്രക്കിന്റെ ക്യാബിനിലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈ പരിശോധനയിൽ അതല്ലെങ്കിൽ ഈ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ബോട്ടുകളിലുള്ള പരിശോധന അതിങ്ങനെ തുടരുന്നു. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും. ഏത് നിമിഷം വേണമെങ്കിലും റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകാം. കാര്യം അവരുടെ ഡീപ് ഡൈവ് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ടോ. ഇപ്പോൾ ആ ബോട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നേവി സംഘം പൂർണ്ണമായും ഇപ്പോൾ ഡിങ്കി ബോട്ടുകളിൽ നദിയിലേക്ക് ഇറങ്ങി പരിശോധന തിരച്ചിൽ നടത്തുന്നു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.